ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഷഅർ മുബാറക്കിന്റെ സനദ്, ഇത് ഉറുദുവിലാണ് ആദ്യത്തത്. ഞാൻ വായിക്കാം. സനദ് മൂയ മുബാറക്ക്, ഫാരിസിയിലാണ് മൂയ എന്ന് പറയാം. 3 സാക്ഷികളുടെയും 4 സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണിത്. ഇനി ആ സനദിന്റെ തഫ്സീല് വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയാവാല ഇടങ്ങളെ ഞാൻ കാണുന്നു. ഒന്ന് ഞാൻ ഇതിന്റെ ഉസ്താദ് അറിയുമെന്നറിയില്ല, ഈ സാലിഹ് സഖാഫിനെ പറ്റിയിട്ടായിരുന്നു ഇത് ആദ്യം ആരോപണം പറഞ്ഞത്. അയാളിപ്പോ ന്യൂസിലാൻഡിലാണ്. അപ്പം പിന്നെ ഞാൻ മൂപ്പരായിട്ട് ആദ്യം ബന്ധപ്പെട്ടിരുന്നു. അതായത് ഞാനൊക്കെ വിളിച്ചിരുന്നു. കാരണം വിളിച്ചതെന്ന് വെച്ചാല് മൂപ്പര് നമ്മളെ സുന്നി ഗ്ലോബൽ വോയിസിൽ മൂപ്പര് ഒരു അഭിമുഖം കൊടുക്കാന്നുള്ള ഒരു ഇതിലായിരുന്നു വിഷയത്തില്. അപ്പൊ ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോ മൂപ്പര് അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ സംസാരിക്കുമ്പോൾ തന്നെ തിരിയല്ലോ ഒരു ബേജാറും ബുദ്ധപ്പാടെല്ലാം ഉണ്ടെങ്കിൽ. അപ്പൊ ഇയാൾ ഒന്നാമത്തെ ദിവസം എന്നോട് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് AP ഉസ്താദ് ഒരു പേപ്പർ തന്നിട്ട് ആ പേപ്പർ ടൈപ്പ് ചെയ്യുന്നത് മലയമ്മ മുഹമ്മദ് സഖാഫി കണ്ട് തെറ്റിദ്ധരിച്ചതിന്റെ പേരിലാകാം ഞാൻ ഉണ്ടാക്കി എന്നുള്ള ആരോപണം പറഞ്ഞെന്നാണ് അയാൾ അന്ന് പറഞ്ഞത്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഈ വിഷയം നിങ്ങൾ സുന്നി ഗ്ലോബലിൽ കൊടുക്കരുത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തൽക്കാലം പറഞ്ഞാണ്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അയാളെ വിളിച്ചപ്പോ, അങ്ങനെ ഉണ്ടല്ലോ വിളിക്കുന്നതോട് അടുത്തില്ലേ, അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ പിന്നെ മർക്കസ് ഓഫീസിലെയും മറ്റേ മജീദ് ഇതുണ്ടല്ലോ മജീദ് സഖാഫി, അപ്പൊ മൂപ്പരായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞു, പിന്നെ അപ്പൊ ടൈപ്പ് ചെയ്യുന്ന കണ്ടേരം സംശയിച്ചെന്നെല്ലാം പറഞ്ഞാൽ പിന്നെ ആളുകൾക്ക് എന്തിനാ ടൈപ്പ് ചെയ്തെന്നുള്ള ചോദ്യം വരും. അതുകൊണ്ട് ആ വിഷയം ഒന്നും പറയണ്ട, ഒന്നും അറിയില്ല എന്ന് നിഷേധിച്ചാൽ മതി, ഞാൻ അഭിമുഖത്തിൽ അങ്ങനെ പറയട്ടെ ഇങ്ങോട്ട് ഇയാൾ ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ പറ. അങ്ങനെ ശരിക്കും പറഞ്ഞ 10-35 മിനിറ്റ് ആ വിഷയവും പിന്നെ അവിടെ ന്യൂസിലാൻഡിലുള്ള വിഷയവും പിന്നെ എപ്പിസ്ഥാന്റെ അവിടെ ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുപോകാനുള്ള വിഷയം, അങ്ങനെ കുറച്ച് ശരിക്കും പറഞ്ഞ 35 മിനിറ്റുള്ള അതും കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇയാൾ തുടക്കം മുതൽ ഞാൻ ഇയാളെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ഞാൻ ബന്ധം വിട്ടില്ല, ഞാനിങ്ങനെ ഇടയ്ക്ക് വിളിക്കും, ആഴ്ചക്ക് വിളിക്കും, അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ 3-4 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂപ്പരോട്, എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു മൂന്നാമത്തെ കക്ഷി എനിക്ക് തന്ന റിപ്പോർട്ട്, ഞാൻ പറഞ്ഞു ഉസ്താദെ നമ്മളാകെ പൊട്ടിച്ചാണ്ടോന്നുള്ളത് കാരണം വെച്ചാല് പിന്നെ ഈ അമ്പലക്കടവ് ടീമിന്റെ അടുത്ത് പിന്നെ ഈ ഇക്ബാൽ വാലിന്റെ അടുത്ത് പോയിട്ട് ഒരു സനദ് ഇല്ല, അയാൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് എന്നാണ് അയാൾ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോ നമ്മളെ പിന്നെ ഉപബോധ മനസ്സുന്നുണ്ടല്ലോ, അറിയാണ്ടൊരു ചില കാര്യങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പൊ സാലിഹ് എന്നോട് പറഞ്ഞു, അള്ളാഹ് അങ്ങനെയാണെങ്കിൽ എന്ത് വില കൊടുത്തിട്ട് നമ്മളെ വില കയ്യിലെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ നമ്മള് ഒറ്റക്കെട്ടായ നിലയ്ക്ക് കാര്യങ്ങൾ എന്നോടൊന്നും തുറന്നു പറയാം, നമ്മള് പുറത്തു പറയാനല്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു, പിന്നെ ഇതാ ഞാൻ ഇതിലൊരു വിവാദമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഇതൊന്നും സഹിക്കാൻ വയ്യായിട്ടാണ് ഞാൻ അങ്ങനെ വണ്ടി കയറി എന്നെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവിടറു, അങ്ങനെ ഇടറു ഇങ്ങനെ ഇടറു, പിന്നെ നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യരുത്, ഇത് വേറെ കേൾപ്പിക്കരുത്, ഞാൻ പറഞ്ഞെന്ന് പറയരുത്, അങ്ങനെ കുറെ ഷർത്തും ഫറലൊക്കെ പറഞ്ഞു. അപ്പൊ മൂപ്പർ എന്നോട് വിശദീകരണം ഇങ്ങനെയാണ്, അതായത് ഉത്തരേന്ത്യയിൽ നിന്ന് പല ആളുകളും ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസില ആവശ്യപ്പെട്ടിട്ട് വരാറുണ്ട് മർക്കസിൽ, AP ഉസ്താദ് കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു പഴയ ക്ലിയർ ഇല്ലാത്തൊരു കോപ്പി AP ഉസ്താദ് സാലിഹ് സഖാഫിനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ, സാലിഹെ ഇനി പോയിട്ട് ഇതിന്റെ പിന്നെ ടൈപ്പ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് കൊണ്ടാന്ന് പറഞ്ഞല്ലോ. അപ്പൊ സാലിഹ് സഖാഫിക്ക് അന്നേരം വേറെന്തല്ലോ പണിത്തിരക്കുള്ളത് കൊണ്ട് ഇയാളെന്ത് പണിയെടുത്തു, നേരെ അത് പോയിട്ട് എവിടെ കൊടുത്തു, മറ്റേ മജീദ് മുല്ലാരോട് കൊടുത്തു. അതെ, മജീദ് മുല്ലാരോട് പറഞ്ഞ പോലെ AP ഉസ്താദ് പറഞ്ഞിട്ട് ഇതിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസില ആളുകൾക്ക് കൊടുക്കാനാണ്. അപ്പൊ മജീദ് മുല്ലാർ പറഞ്ഞാലോ, നിങ്ങൾ ഇതവിടെ വെച്ചേക്ക്, കുറച്ച് കഴിഞ്ഞാൽ AP ഉസ്താദിനോട് മറന്നുപോയിക്കോളും, പിന്നെ അത് ചോദിക്കലൊന്നും ഉണ്ടാവില്ല, അതവിടെ എടുക്കട്ടെ പറഞ്ഞു. അത് മാത്രമല്ല, ഈ പേര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സനദ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് അതും ഇതും രണ്ടും ഒന്നായാലും അത് പ്രശ്നമാവും, അത് കൊടുക്കാൻ പറ്റൂല.
അത് മാത്രമല്ല ഈ പേര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെനത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതും ഇതും രണ്ടും ഒന്നായാലും അത് പ്രശ്നമാവും, അത് കൊടുക്കാൻ പറ്റൂല. മജീദ് മുസ്ലിയാർ സ്വാലിഹിനോട് പറഞ്ഞു. അത് ഏതായാലും മജീദ് മുസ്ലിയാരെ കൊണ്ട് ഇപ്പം പറയിപ്പിക്കാൻ ഏതായാലും നിർവാഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അപ്പോ അല്ല, അപ്പൊ നിലവിൽ ഞാനിപ്പോ സ്വാലിഹിന്റെ അടുത്ത് ഒരു ഉറപ്പ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് പിന്നെ അള്ളാന്റെ റസൂലിനെ പിടിച്ചിട്ടുള്ള ഒരു കളിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അല്പം ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് ജനങ്ങളോട് പറയാനെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പണ്ഡിതന്മാർ നിങ്ങൾ ചോദിച്ചാൽ ഇതേ എന്നോട് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ, ഇനി വേണ്ടി വന്നാൽ പിന്നെ വിളിച്ചാൽ ഇൻഷാല്ല ഓരോട് മാത്രമേ ഞാൻ പറയാം, ദയവായിട്ട് എന്നെ ഉൾപ്പെടുത്തരുത്, ഇതാക്കരുതെന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം എനിക്ക് പിന്നീട് ഇയാൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഉറപ്പിച്ചില്ല. അപ്പൊ സാലിഹ് ഇപ്പോഴും നമ്മളെ കൂടിയാന്ന് നമുക്ക് അറിയണല്ലോ. അതറിയാൻ വേണ്ടി ഞാൻ അതിന്റെ ശേഷം ഉടനെ തന്നെ എ പി ഉസ്താദിനെ വിളിച്ചു. എ പി ഉസ്താദിനോട് ഞാൻ വിഷയം പറഞ്ഞു, സാലിഹ് ഇങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സാലിഹ് നമ്മളെ മുഹിബാണ്, പിന്നെ നമ്മളെ കൂടെ ജോലി ചെയ്ത ആളാണ്, നമ്മളെ ആളാണ്, ഇപ്പൊ ന്യൂസിലാൻഡിലെ എന്താണ് അയാളെ പറ്റി ഓരോരുത്തർ ഇല്ലാത്ത ആരോടും പറയാണ്, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ഉസ്താദ് കുറെ പറഞ്ഞു, സാധാരണ പറയുന്ന ശൈലി. ഞാൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല, പിന്നെന്തെന്നാ പറയണ്ട. അപ്പൊ അതിന്റെ ശേഷം ഞാൻ വീണ്ടും സാലിഹിനെ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പൊ സാലിഹ് പറഞ്ഞു ഈ വിഷയം മർക്കസിലെ ഓഫീസിലുള്ള ചില ആളുകൾക്ക് മജീദ് മുസ്ലിയാർ, മലയമ്മ സക്കാഫി അടക്കമുള്ള ആളുകൾക്കറിയാം, അതിന്റെ പുറമെ ചുള്ളിക്കോടിനും വളരെ ക്ലിയർ ആയിട്ട് ഈ വിഷയം അറിയാം, അദ്ദേഹത്തോട് ഞാൻ തന്നെ ഇത് പോയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് സാലിഹ് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു.